ഹലോ ഗൈസ്, ഡൽഹി എയർപോർട്ട് എത്തുന്നത് വരെയുള്ള കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. എയർപോർട്ടിൽ നിന്ന് ഞങ്ങളെ പിക്ക് ചെയ്യാൻ ഒരു ബസ് ഉണ്ടായിരുന്നു. അത് നേരെ നമ്മളെ പാർക്കിംഗ് ലോട്ടിലേക്ക് കൊണ്ടുപോയി വിട്ടു. അവിടെ നമ്മുടെ ട്രാവൽ പാർട്ട്ണറായ ബഡ്ജറ്റ് ഹോളിഡേയ്സിൻ്റെ ട്രാവലർ നമ്മളെയും കാത്ത് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ 8 പേരെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ദി അറേഞ്ച്ഡ് അസ് 12 സീറ്റർ. അതുകൊണ്ട് കിടന്നും ഇരുന്നും ഒക്കെ പോകാൻ സ്ഥലം ഉണ്ടായിരുന്നു. ഇനി എവിടേക്കാണ് നമ്മുടെ യാത്ര എന്നല്ലേ, വേറെ എങ്ങോട്ടും അല്ല, കുറേ നാളായി ഞങ്ങൾ പ്ലാൻ ചെയ്ത് മനസ്സിൽ വെച്ചിരുന്ന ഒരു സ്പോട്ടാണ്. യെസ്, മണാലി. അങ്ങനെ ഒരു 11 o'clock ഒക്കെ ആയപ്പോൾ നമുക്ക് വിശന്ന് തുടങ്ങിയതുകൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു ധാബയിൽ കയറി. ഇവിടെ റെസ്റ്റോറൻറ്റ്സ് കുറവാണ്, ധാബയാണ് നമുക്ക് കൂടുതൽ കാണാൻ പറ്റുക. അവിടെ നിന്ന് ബട്ടർ നാനും പനീർ ബട്ടർ മസാലയും ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വണ്ടിയിൽ കയറി. നമ്മുടെ ഫ്ലൈറ്റ് ഒരു സമയം കിട്ട സമയത്തായതുകൊണ്ട് എല്ലാവർക്കും ചെറിയ ഓർക്കഷനൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വണ്ടി കയറിയ പാട് കുറച്ച് പേരൊക്കെ സൈഡായി. ഡൽഹി വാസ് ടു ഹോട്ട് ഗൈസ്. ഹോട്ടെന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചൂട്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് പാട്ടൊക്കെ കേട്ട് വി സ്റ്റാർട്ടഡ് അവർ ജേർണി ടു മണാലി. ഏകദേശം 13-14 മണിക്കൂറുണ്ട് ഡൽഹിയിൽ നിന്ന് മണാലിക്ക്. നിങ്ങൾ വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ചണ്ഡീഗഡ് എയർപോർട്ട് ഇറങ്ങി അവിടെ നിന്ന് മണാലിക്ക് പോകുന്നതായിരിക്കും ബെറ്റർ. അതാവുമ്പോൾ ഒരു 8 മണിക്കൂറിൽ എത്താൻ പറ്റും. രാവിലെ ലേറ്റായിട്ട് കഴിച്ചത് കൊണ്ട് ഉച്ചയ്ക്ക് വലിയ വിശപ്പില്ലായിരുന്നു. അതുകൊണ്ട് 4 മണിയൊക്കെ ആയപ്പോഴാണ് കഴിക്കാൻ വീണ്ടും വണ്ടി നിർത്തിയത്. വലിയ വിശപ്പില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഫ്രൈഡ് റൈസും വെജ് പുലാവും നൂഡിൽസും മാത്രമേ കഴിച്ചുള്ളൂ. അങ്ങനെ അവിടെ നിന്ന് വയറൊക്കെ നിറച്ച് വീണ്ടും വണ്ടിയിൽ കയറി ഒരു ഉറക്കമൊക്കെ പാസ്സാക്കി. ഊണ് കഴിഞ്ഞാൽ ഒരുറക്കം അത് നിർബന്ധമാണല്ലോ. ഇവിടെ ഈ ധാബ കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന റൂട്ടിൽ പിന്നെ ഞാൻ കൂടുതലായി കണ്ടത് കുറേ ടണൽസാണ്. തുരങ്കം തന്നെടാ ഇവിടെ ഫുള്ള്. നമുക്ക് ഈ ദിവസം സൈറ്റ് സീയിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. സ്ട്രീറ്റ് ഹോട്ടലാണ്. അടുത്തിടെ തൊട്ടാണ് നമുക്ക് സൈറ്റ് സീയിങ് ഉണ്ടായിരുന്നത്. ഹോട്ടൽ ചൂസ് ചെയ്യാൻ നമുക്ക് അവർ കുറേ ഓപ്ഷൻസ് തരും. 3 സ്റ്റാർ 4 സ്റ്റാർ, അതുപോലെ ഹോട്ടലിന് പുറത്തെ വ്യൂ ഒക്കെ നോക്കി നമുക്ക് ഹോട്ടൽസ് ചൂസ് ചെയ്യാം. ഇതുപോലെ ഇൻസ്റ്റൻ്റ് ആയിട്ട് സ്നാക്സ് ഉണ്ടാക്കി തരുന്ന കടകൾ മണാലി എത്തുന്നതിന് കുറച്ച് മുന്നേ ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവർ കടലമാവിൽ പനീറും മുളകും ഒക്കെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഓൾറെഡി ഇത് ഹാഫ് കുക്ക്ഡ് ആണ്. പിന്നെ ഓർഡർ കിട്ടുന്നതനുസരിച്ച് അവരത് ഇൻസ്റ്റൻ്റ് ആയിട്ട് പൊരിച്ച് കൊടുക്കും. നമ്മൾ ചൂസ് ചെയ്തത് മണാലിയിലെ ഫേമസ് ഷോപ്പിംഗ് സ്ട്രീറ്റായ മോൾ റോഡിൻ്റെ അടുത്തുള്ള ഹോട്ടലാണ്. ഹോട്ടൽ ഹിമഗിരിയാണ് നമ്മൾ ചൂസ് ചെയ്തത്. ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഈ ഒരു ക്യൂട്ട് പട്ടിക്കുട്ടി കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത ഉടനെ തന്നെ സ്റ്റാഫ് ഡിന്നർ കഴിക്കാമെന്ന് പറഞ്ഞു. ബിക്കോസ് ഡിന്നർ ടൈം കഴിയാനായിരുന്നു. ഡിന്നർ കഴിക്കാൻ കയറിയപ്പോൾ അല്ലേ എന്തോരം ഐറ്റംസാണ് കഴിക്കാൻ. സാലഡ്, ചോറ്, പനീർ ഡിഷസ് 2 തരം, ബട്ടർ നാൻ, ചിക്കൻ കറി, ഗുലാബ് ജാമുൻ, വെജ് സൂപ്പ്, അങ്ങനെ ഇഷ്ടം പോലെ ഐറ്റംസ്. ഗുലാബ് ജാമുൻ എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് ഞാൻ 2 എണ്ണം എടുത്തു. പോരാത്തതിന് ഇവർക്കൊക്കെ മടുത്തപ്പോൾ അവരുടെ ഞാൻ കൈയിട്ട് വരുത്തുന്നു. എന്താണെന്നറിയില്ല, വേറെ ഒരു സ്വീറ്റ് ഐറ്റംസും കൈകൊണ്ട് പോലും തൊടാറില്ല ഞാൻ. പക്ഷെ ഇതൊരു ജിന്നാണ്. അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് പോയി. 2nd ഫ്ലോറിലായിരുന്നു ഞങ്ങളുടെ റൂമൊക്കെ നല്ല സ്പേഷ്യസ് ആയിരുന്നു. ഫുൾ വുഡൻ ഇൻറ്റീരിയർ ആയിരുന്നു റൂമിനുള്ളിൽ. തണുപ്പിൻ്റെ ശരിക്കും പവർ മനസ്സിലായത് സോക്സ് എല്ലാം ഒരു തറയിൽ കാല് കിട്ടിയപ്പോഴാണ്. എൻ്റെ അമ്മ എന്തൊരു തണുപ്പായിരുന്നറിയോ. അങ്ങനെ റൂമൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. ആർക്കും ഉറക്കമൊന്നും വരുന്നുണ്ടായില്ല. അപ്പോൾ ചുമ്മാ മോൾ റോഡൊക്കെ ഒന്ന് കറങ്ങി വരാമെന്ന് വെച്ചിറങ്ങി. മോൾ റോഡ് ഓൾറെഡി നമ്മുടെ ഐറ്റിനറിയിൽ ഉണ്ടായിരുന്നെങ്കിലും നേരത്തെ പോയി നല്ല കടകളൊക്കെ നോക്കി വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. മണാലി വ്ലോഗിലൊക്കെ സാധാരണ കാണാറുള്ള ഒരു സാധനമാണ് ഈ 8-in-1 ഐസ്ക്രീം. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. അല്ലെങ്കിലും നല്ല തണുപ്പത്ത് ഈ സ്വെറ്ററൊക്കെ ഇട്ട് ഐസ്ക്രീം കഴിക്കുന്നത് ഒരു രസമല്ലേ. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ തേണ്ടി തിരിഞ്ഞ് നടന്നിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് വന്നു. നേരത്തെ അത്ര ക്ഷീണമില്ലായിരുന്നെങ്കിലും ഒന്ന് നടന്നിട്ടൊക്കെ വന്നപ്പോൾ നല്ല ക്ഷീണമായതുകൊണ്ട് വേഗം ഉറങ്ങാന്ന് വെച്ചു. നാളെയാണ് നമ്മുടെ സൈറ്റ് സീയിങ് തുടങ്ങുന്നത്. നമ്മളെ കൂട്ടാൻ വേണ്ടി രാവിലെ 8 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഡ്രൈവർ ചേട്ടന് പോയിരിക്കുന്നത്. മണാലി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ ഇന്നത്തേക്ക് എത്രയുള്ളൂ.
സുഖനിദ്ര, ശുഭനിദ്ര. ഗുഡ് നൈറ്റ്.